ഞങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു. നായകന്റെ വരവാണ്. നായകൻ മറ്റാരുമല്ല, നമ്മുടെ ധ്യാൻ ശ്രീനിവാസനാണ്. എന്തെങ്കിലും ഒരു വാല്യൂ സിനിമയ്ക്ക് വേണ്ടി ഒന്നുമില്ലാത്തൊരു സിനിമ. മസാഹിനി എന്ന് പറഞ്ഞാൽ നല്ല അസൽ ടോർച്ചർ. മലങ്കൾട്ട് സിനിമകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഒരുപാട് മലങ്കൾട്ട് സിനിമകൾ കണ്ടിട്ടുണ്ട്. ഇതൊരു മലങ്കൾട്ട് പ്രോമാക്സ് ആണ്. എന്റെ ഈ അവസരം നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ നാളെ ദുഃഖിക്കും താൻ. അതോർത്ത് പശ്ചാത്തപിക്കും. ഒന്നോർത്ത് വെച്ചോ. ഈ നിമിഷം അവർക്ക് എന്റെ ധ്യാനാണ്. മൈ ധ്യാൻ. ഒരു തേങ്ങനൂടെ അല്ലാതെ എന്റെ പാലിന് എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. എത്ര പടം ഞാൻ ധ്യാനെ പറഞ്ഞടാ. ഇന്ന് വരെ ആ മനുഷ്യൻ പറഞ്ഞു. സങ്കടം വരുന്നുണ്ടോ? എൻ്റെ ധ്യാൻ കുട്ടൻ ഇന്ന് വരെ എനിക്കിതൊരു വാക്ക് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇമോഷണൽ ആവുന്നുണ്ടെങ്കിൽ ഇമോഷണൽ ആയിക്കോ, കരയണമെങ്കിൽ കരയാം. ഇന്ന് വരെ ധ്യാൻ എന്നെ എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അശ്വന്തിനെ വിളിച്ചിട്ട് വധഭീഷണി മുഴക്കുകയും തല്ലുകയും ചെയ്യുമെന്ന് പറയുന്ന എൻ്റെ ഫ്രട്ടേണിറ്റിക്കകത്തുള്ള സിനിമാക്കാരോട് എനിക്ക് പറയുന്നത് അതും ശുദ്ധ പോക്രിത്തരം തന്നെയാണ്. എടാ, ധ്യാനെ പോലെ കാണാൻ നീ 10 100 ജന്മം ജനിച്ചാൽ നീ പറ്റില്ല. ഈ പറഞ്ഞ ഡിഫെയിമിങ് ഒന്നും ഇല്ലാതെ തന്നെ അശ്വന്തിനെ വിളിച്ചിട്ട് വധഭീഷണി മുഴക്കുന്ന അതിനേക്കാളും മോശമായിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഫാൻസിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്രിട്ടിക്സിനെ ഇനി കാലത്ത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ബിക്കോസ് ധ്യാൻ is the son of the greatest Srinivasan sir. മനസ്സിലായോ?